T20 കൂടി സെഞ്ചുറി അടിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് അയാളെ ടെസ്റ്റ് ടീമിലും കാണാനാകും. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അഭിമന്യു ഈശ്വറിന്റെ സെഞ്ചുറിക്ക് ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനും നേരെ ഒളിയമ്പയുകയായിരുന്നു ആർ അശ്വിൻ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ വൈറ്റ് വാഷിന് പിറകെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇന്ത്യൻ ജേഴ്സിയിലും മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത നിരവധി താരങ്ങളെ ടീമിലേക്ക് പരിഗണിക്കാത്തതിനെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ കനക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാനുള്ള സുപ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്ന് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണെന്നാണ് ആരാധകരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുമൊക്കെ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. താരങ്ങളും അങ്ങനെ തന്നെ. അഗാർക്കറും ഗൗതം ഗംഭീറുമൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടുത്ത ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലും അവർ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കട്ടെ എന്നാണ് അഗാർക്കറിന്റെ മറുപടി. ദിവസങ്ങൾക്ക് മുമ്പാണ് കോഹ്ലിക്കും രോഹിത്തിനും വിജയ് ഹസാരെ ട്രോഫി കളിക്കണമെന്ന നിർദ്ദേശം BCCI നൽകിയത്. ലോകകപ്പിന് മുമ്പ് ചുരുക്കം ഏകദിന പരമ്പരകളാണ് അവശേഷിക്കുന്നത്. അതിനാൽ തന്നെ ഫിറ്റ്നസും ഫോമും നിലനിർത്താൻ താരങ്ങൾ കളിച്ച് പ്രൂവ് ചെയ്യണമെന്നാണ് ബോർഡ് പറഞ്ഞു വെക്കുന്നത്. ഓസീസിനെതിരായ പരമ്പരയിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിലും തങ്ങളുടെ ഉള്ളിൽ കെടാതെയാക്കാനിൽ ബാക്കിയുണ്ടെന്ന് ഇതിനോടകം രോഹിത്തും കോഹ്ലിയും തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കൂടി കളിച്ച് തെളിയിക്കണമെന്നാണ് എങ്കിൽ അതിനും ഇരുവരും തയ്യാറാണ്. വിജയ് ഹസാരെ കളിക്കാൻ രോഹിത്തും കോഹ്ലിയും ഇതിനോടകം സന്നദ്ധ പ്രകടിപ്പിച്ചുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെ കാര്യമെടുക്കൂ. അക്കൂട്ടരിൽ പലർക്കും ഇപ്പോൾ ടീം സെലക്ഷനിൽ വിശ്വാസമില്ലാതായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ആർ അശ്വിൻ ചൂണ്ടിക്കാട്ടിയ അഭിമന്യു ഈശ്വറിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ ദിവസം പഞ്ചാബിനെതിരെ 66 പന്തിൽ 130 റൺസാണ് അഭിമന്യു അടിച്ചെടുത്തത്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഭാവി വാഗ്ദാനം എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന അഭിമന്യുവിന്റെ റെക്കോർഡുകൾ നോക്കൂ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 109 മത്സരങ്ങളിൽ നിന്ന് 47.85 ശരാശരിയിൽ 8136 റൺസാണ് അഭിമന്യുവിന്റെ സമ്പാദ്യം. പ്രായം 30 പിന്നിട്ടു. ഇനിയും ഇന്ത്യൻ ജേഴ്സിയിൽ അഭിമന്യു അരങ്ങേറി കിട്ടില്ല. പലപ്പോഴും ടീമിൽ ഇടം പിടിച്ചു. എന്നാൽ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോഴും കാത്തിരിക്കുന്നു. IPL ഇതുവരെ അഭിമന്യു ഒരു ഫ്രാഞ്ചൈസിക്കായും കളത്തിലിറങ്ങിയിട്ടില്ല. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ വലിയ പേരുകൾക്ക് മാനേജ്മെന്റ് കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ് അഭിമന്യുവിനെ പോലുള്ളവർക്ക് മുന്നിൽ വാതിലുകൾ അടയാനുള്ള കാരണമെന്ന് പലരും ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മുഷ്താഖ് അലി ട്രോഫിയിൽ 3 അക്കം തൊട്ടതോടെ ഇനി അയാളെ നമുക്ക് ടെസ്റ്റ് ടീമിലും കാണാമെന്ന അശ്വിന്റെ ട്രോൾ പലർക്കും നേരെയുള്ള ഒളിയമ്പാണ്. രോഹിത്തും കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയതിനു ശേഷവും അഭിമന്യുവിനെ പോലുള്ളവർക്ക് ഇംഗ്ലീഷ് സീരീസിൽ ടീമിൽ ഇടം ലഭിച്ചിരുന്നില്ല. കരുൺ നായർക്കും സായ് സുദർശനുമാകട്ടെ പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുക്കാനുമായില്ല. ഇനി സർഫറാസ് ഖാന്റെ കാര്യമെടുക്കൂ. ഇന്ത്യക്കായി ഇതിനോടകം അരങ്ങേറ്റം കുറിച്ച സർഫറാസ് 6 മത്സരങ്ങളിൽ നിന്ന് 37.1 ആവറേജിൽ 371 റൺസാണ് അടിച്ചെടുത്തത്. 3 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും താരത്തിന്റെ പേരിലുണ്ട്. കിവീസിനെതിരെ സ്വന്തം മണ്ണിൽ ഇന്ത്യ വൈറ്റ് വാഷ് വഴങ്ങുമ്പോൾ ആ പരമ്പരയിൽ സെഞ്ചുറി കുറിച്ച ഏക ഇന്ത്യൻ താരം സർഫറാസ് ആയിരുന്നു. ചിന്നസ്വാമിയിൽ അരങ്ങേറിയ ആദ്യ ടെസ്റ്റിലെ 2ാം ഇന്നിംഗ്സിൽ 150 റൺസാണ് സർഫറാസ് അടിച്ചെടുത്തത്. അതും കിവീസിനായി സ്പിൻ കുടി കുത്തി അതേ കുഴിയിൽ പേരുകെട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര വീണുപോയ പരമ്പരയാണ് എന്നുകൂടി ഓർക്കണം. ഈ സീസൺ രഞ്ജിയിൽ സർഫറാസിന്റെ പ്രകടനങ്ങൾ അത്ര കാശാവഹമല്ല. 4 മത്സരങ്ങളിൽ നിന്ന് ആകെ 111 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. അതേസമയം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടീം സെലക്ഷൻ എങ്കിൽ അയാൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സ്ഥിരസാന്നിധ്യമാകേണ്ട സമയം എന്നോ കഴിഞ്ഞു. 2022-23 സീസണിൽ രഞ്ജിയിൽ 6 മത്സരങ്ങളിൽ 556 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. 92.66 ബാറ്റിംഗ് ആവറേജ്. 2021-22 സീസണിൽ 6 മത്സരങ്ങളിൽ നിന്ന് അയാൾ അടിച്ചെടുത്തത് 982 റൺസാണ്, 122 ആവറേജ്. 2019-20 സീസണിൽ 928 റൺസാണ് സമ്പാദ്യം, 154 ആവറേജ്. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ സർഫറാസ് ഖാൻ ഡ്രസ്സിംഗ് റൂം രഹസ്യങ്ങൾ ചോർത്തിക്കുന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. BCCIയുടെ അവലോകന യോഗത്തിൽ ഗംഭീർ സർഫറാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെൽബൺ ടെസ്റ്റിന് ശേഷമാണ് ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ പൊട്ടിത്തെറിച്ചത്. സീനിയർ താരങ്ങളെ കൊണ്ട് തനിക്ക് മതിയായെന്നും പല കോണിൽ നിന്ന് താൻ ഇതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുകയാണെന്നും പറഞ്ഞ ഗംഭീർ ചില പുതുമുഖ താരങ്ങളാണ് ഇന്ത്യയെ വലിയ തകർച്ചയിൽ നിന്നും രക്ഷിക്കുന്നത് എന്നും അന്ന് കൂട്ടിച്ചേർത്തു. ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ക്യാപ്റ്റൻ രോഹിത് അടക്കമുള്ള മോശം ഫോമിൽ തുടരുന്ന താരങ്ങൾക്കെതിരെയാണ് വിമർശനം എന്ന രീതിയിലായിരുന്നു വ്യാഖ്യാനങ്ങൾ. ഡ്രസ്സിംഗ് റൂമിലെ സംഭവം പുറം ലോകത്തെത്തിയതോടെ പല രീതിയിലുള്ള ചർച്ചകൾക്കും ഇത് വഴിമരുന്നിട്ടു. എന്നാൽ ഈ വാർത്തകളെല്ലാം നിഷേധിച്ച് ഗംഭീർ അന്ന് രംഗത്തെത്തിയിരുന്നു. അഭിമന്യു ഈശ്വർ, കരുൺ നായർ, സർഫറാസ് ഖാൻ തുടങ്ങിയ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകൾ നിരന്തരം തഴയപ്പെടുമ്പോൾ രഞ്ജിയിൽ അത്ര മികച്ച റെക്കോർഡുകളൊന്നുമില്ലാത്ത സായ് സുദർശനും നിതീഷ് കുമാർ റെഡ്ഡിയുമൊക്കെ
പെട്ടെന്ന് സെലക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡ് കർണാടക മത്സരം കാണാനായി VVS ലക്ഷ്മണൊപ്പം അജിത് അഗാർക്കർ എത്തിയത് വലിയ വാർത്തയായിരുന്നു. T20 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സഞ്ജു സാംസന്റെ സ്ലോട്ട് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി കിടപ്പുണ്ട്. അതേസമയം മുസ്താഖ് അലി ട്രോഫിയിൽ ഓപ്പണറുടെ റോളിൽ തന്നെ കളത്തിലിറങ്ങിയ സഞ്ജു കളിച്ച 3-ൽ 2 മത്സരങ്ങളിലും മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത് ടീമിന്റെ വിജയങ്ങളിൽ നിർണായക സാന്നിധ്യമായിരുന്നു. അഗാർക്കറിന്റെയും ഗംഭീറിന്റെയും പ്ലാനുകളിൽ നിന്ന് മുഹമ്മദ് ഷമിയുടെ പേര് ഒഴിവാക്കപ്പെട്ടിട്ട് ഏറെക്കാലമായി. രഞ്ജി ട്രോഫിയിൽ അയാളുടെ മിന്നും പ്രകടനങ്ങളും ഇതുവരെ ആരുടെയും കണ്ണു തുറപ്പിച്ചിട്ടില്ല. പരിക്കിൽ നിന്ന് മോചിതനായി ഗ്രൗണ്ടിൽ തിരിച്ചെത്തിയ ഷമി ബംഗാളിനായി ഈ സീസണിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് 20 വിക്കറ്റുകളാണ് പോക്കറ്റാക്കിയത്. ബംഗാളിന്റെ വിജയങ്ങളിലൊക്കെ അയാൾക്ക് നിർണായക റോളുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയിൽ ബുംറയും സിറാജും ഇല്ലാഞ്ഞിട്ട് പോലും ഷമി പുറത്തിരിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് പറഞ്ഞു വെച്ചത്. ഏതായാലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ സെലക്ഷന്റെ മാനദണ്ഡമാണെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും കുറേയേറെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അഗാർക്കറിൽ നിന്ന് മറുപടികൾ പ്രതീക്ഷിക്കണം.